എന്താ സമാധാനമായില്ലേ? ഇനി എന്താ വേണ്ടേ? മാഡം, മാഡം ചെയ്ത ഒരു ചെറിയ സഹായമൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. വളരെ നന്ദിയുണ്ട് മാഡം. എന്താ നിന്നോട് എനിക്ക് സോഫ്റ്റ് കോർണർ തോന്നിയെന്നാണോ? ഇപ്പോഴും എനിക്ക് നിന്നെ പീസ് പീസായി നുറുക്കണമെന്നുണ്ടടാ. എന്നിട്ടും എന്താ നിന്റെ പേര് പറയാത്തെന്നറിയോ? നിന്നെപ്പോലെ ഒരുത്തന്റെ പെങ്ങളായതിന്റെ പേരിൽ അതിന് ശിക്ഷിക്കണ്ടെന്നോർത്ത്. ഇനി ഏതേലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നീ നോക്കുന്നത് ഞാൻ കണ്ടാൽ ആസിഡ് ഒഴിക്കും നിന്റെ മുഖത്ത്. ഇനി വേറൊരു പെണ്ണിന്റെ കാര്യം പറയണോ? അമ്മോ, ഈ ഭൂമിയിൽ ഞാൻ ഈ പെണ്ണെന്ന് പറയുന്ന ഒരൈറ്റത്തിനെ ഈ നിമിഷത്തിൽ ഓർക്കു പോലുമില്ല. സോറി മാഡം. അതെ, മാർച്ച് 12 വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട്. എന്നാ അത് തന്നെ ആയിക്കോട്ടെ. അല്ല മാവ, ഈ മാർച്ച് 12 എന്ന് പറഞ്ഞ 2 ആഴ്ചയല്ലേ ഉള്ളൂ. അത്രയും സമയം മതിയാവോ? എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ വൈകിക്കുന്നേ? അത് ശരിയാ. അല്ല സാറേ, നിങ്ങൾ 2 ദിവസം ഒന്ന് ഫ്രീ ആയാ നമുക്ക് ചെന്നൈ പോയി തുണിയും സ്വർണ്ണങ്ങളൊക്കെ എടുക്കാം. അതിന് നമ്മളാരും ബുദ്ധിമുട്ടണ്ട. ഏട്ടന്റെ മാരേജ് ഷോപ്പിംഗ് എല്ലാം തനിയെ ചെയ്തുകൊള്ളാമെന്ന് എന്റെ മോള് നേരത്തെ അഗ്രിമെന്റ് ചെയ്തിരിക്കുക. അതല്ല, സാറിന്റെ മോൻ വിജയും അവിടെയാണെന്നല്ലേ പറഞ്ഞത്? താങ്ക്സ്. അതെ, പിന്നെന്താ പ്രശ്നം? അവര് രണ്ടുപേരും കൂടി ആലോചിച്ച് ചെയ്യട്ടെ. ശരി സാറേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ അവൾക്ക് ഞാൻ അച്ഛനെന്നുള്ള പേരേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അവനാ. അവളും അങ്ങനെ. അമ്മ മരിച്ചതോടെ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് അവള്. അവരുടെ ലോകം ഒന്ന് വേറെ. അതുപോലെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നുമല്ല അങ്കിൾ. ഞാൻ കൊച്ചുകുട്ടികളെ പോലെ. എന്താ പറഞ്ഞത്? കൊച്ചുകുട്ടിയാണെന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിരുന്നേ 4 പിള്ളേരെ തന്തയായനെ. നിന്റെ പെങ്ങൾക്ക് പകരം നീ കല്യാണം കഴിച്ചാ പോരായിരുന്നു. സാരമില്ല, നീ ഇവളുടെ കൂടെ പോയാ മതി. എല്ലാം അവള് വേണ്ട പോലെ നോക്കിക്കോളൂ. ശരി മുത്തശ്ശി. വിജയ്, എല്ലാവരുടെയും കൂടി ഒരു സെൽഫി എടുക്കടാ. ഈ സെൽഫി എന്ന് വെച്ചാ ഒരു പഞ്ചപാവണല്ലോ ഇവൻ. എന്താടാ ഇത്? പുതിയ കാര്യങ്ങളിലെല്ലാം എപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കണ്ടേ? ഇങ്ങനെയായി അങ്ങനെ ജീവിക്കും നീ. സെൽഫി നല്ല പൊളിയായിരിക്കണം കേട്ടോ. ഇതെന്താണ് ബ്രോ? വഴിയെ പോകുന്ന എല്ലാ ദുരന്തങ്ങളും നിന്റെ തലയിലോട്ട് തന്നെയാണല്ലോ വന്നു കേറുന്നത്. ഏതോ ഒരുത്തൻ പറഞ്ഞത് കേട്ട് നീ ഗീതയെ കിസ് ചെയ്തു. എന്താ മേഡം ഇത്? നിങ്ങളും ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഞാനിപ്പോഴെ ഗീതയെ കിസ് ചെയ്തേ. ഓക്കെ, അത് കിസ്സായിപ്പോയി. പക്ഷേ അൾട്ടിമേറ്റ് എന്താന്ന് വെച്ചാ നീ ബസ്സിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടു. ഇതത്ര നോർമൽ കോമഡി ഒന്നും അല്ല. ഈ ലോകത്തുള്ള ആമ്പിള്ളേരെല്ലാവരും അതുപോലെ പെൺകുട്ടികളെ പേടിച്ച് ഓടുന്നത് നോക്കി നിൽക്കാനാ ഞങ്ങൾക്കിഷ്ടം. നിങ്ങൾക്കും എന്നെ പോലെ കുറെ ഫാന്റസി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തായാലും സേഫ് ആയില്ലേ? പേടിച്ച പോലൊന്നും ഉണ്ടായില്ലല്ലോ. മാഡം എന്തായി പറയുന്നത്? ഈ ഭൂമിയിൽ പെണ്ണുങ്ങൾ ഉള്ളിടത്തോളം കാലം ആണുങ്ങൾക്ക് എങ്ങനെ സേഫ്റ്റി ഉണ്ടാവാനാ? എന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സർ. വെച്ചോളൂ, അത് സാറിനാ. സർ, ഈവനിങ് പാർട്ടിയെ ടോട്ടിയം മമ്മിയും ഡാഡിയൊക്കെ വരുന്നുണ്ട്. സാർ എന്തായാലും വരണം. എന്തിന്? അത് പിന്നെ സാറിന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ. ഇപ്പൊ എന്റെ മൂഡ് തീരെ ശരിയല്ല. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ. പ്ലീസ് എന്നെ ഇങ്ങനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. സർ, എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ടും സാറിന്റെ മൂഡ് ഒട്ടും ചേഞ്ച് ആവുന്നില്ല? ഇങ്ങനെ എന്നെ കാണാനല്ലേ സാർ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്? വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ പറയരുത്. നിന്നെ ഇങ്ങനെ കാണണമെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? പോട്ടെ, അത് വിട്ടേക്ക്. ഇനി ഇങ്ങനെ വേണ്ടതെന്ന് പറ. കൂടുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിലാണോ? ഡ്രസ്സസ്, ചുരിദാസ്, ഏതൊക്കെ പോയിന്റ്സ് സാർ ആഗ്രഹിക്കുന്നെന്ന് പറ. എന്തുകൊണ്ട് എന്നെ ഇഷ്ടമല്ലാത്ത അതെങ്കിലും ഒന്ന് പറ.
ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, തുഷാര, നീ ഏത് കോലത്തിൽ വന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഓ എന്ത് കുടിയാണത്, ചത്തുകൂടാ. ഒന്ന് മിണ്ടായിരടാ. ഇന്ന് എത്ര അടിച്ചാലും കേറില്ല. നീ തന്നെ ഒന്ന് പറയടാ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ വിചാരിച്ചോ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആത്മസുഹൃത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിന് എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? സ്റ്റിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് യു. എന്താടാ? അതായത് നീ പറഞ്ഞു പുല്ലേ, ഇന്നലെ വരെ അവളൊരു സ്ട്രേഞ്ചർ ആയിരുന്നു. എനിക്ക് ട്രൈ ചെയ്താൽ ചിലപ്പോ ഭാഗ്യം കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയേനെ, ഇല്ലെങ്കിൽ അതിനുള്ള വേറെ വഴികൾ നോക്കിയേനെ. എടാ, ഇപ്പൊ അവൾ എന്റെ റിലേറ്റീവാ. ജീവിതകാലം മുഴുവൻ ഞാൻ ഫേസ് ചെയ്യേണ്ടല്ലേ. നാളെ ഒരു കാലത്ത് എന്റെ അച്ഛൻ ഈ കാര്യം അറിയാൻ പറ്റോ ചെയ്യുകയാണെങ്കിൽ ആ പേടിയില്ല ഞാനിപ്പോ ജീവിക്കുന്നത്. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലടാ നീ. ഹലോ ഹലോ, ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ ആരാ? എന്താ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് പേരൊന്നും ഇട്ടിട്ടില്ലേ? ഉണ്ട്. എന്നത് പറഞ്ഞു തൊലക്ക്. പേര് പറയാൻ എന്താ ചമ്മല? ഗീത. മാഡം 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 സോറി മാഡം. മാഡം ആണെന്ന് എനിക്ക് മനസ്സിലായില്ല മാഡം. എന്താ ഈഗോയാ? എന്തിനാ മാഡം? ഫസ്റ്റ് കോൾ ഞാൻ തന്നെ ചെയ്യണോ? എന്താ പറഞ്ഞല്ലേ നിന്നോട് ഒരുമിച്ച് മാരേജിനുള്ള ഷോപ്പിങ്ങിന് പോകണമെന്ന്? പറഞ്ഞാണെങ്കിലും പക്ഷെ എന്റെ കൂടെ വരാൻ മാഡത്തിനോട്ട് കംഫർട്ടബിൾ അല്ലാത്തോണ്ട്. ആ, നിന്റെ സെറ്റപ്പ് എനിക്ക് അറിയാലോ. അതുകൊണ്ട് എന്റെ കൂടെ വരാൻ നീ കംഫർട്ടബിൾ ആവില്ലെന്ന് എനിക്കറിയാം. അയ്യോ ചേച്ചേ, ഞാൻ ഉദ്ദേശിച്ച അതല്ല മാഡം. മോർണിംഗ് 9:30 വന്ന് പിക്കപ്പ് ചെയ്യണം. ശരി മാഡം. മാഡം മാഡം ഒരു മിനിറ്റ്. എന്താ? അത് ഈ നമ്പർ മാഡത്തിന്റെ തന്നെയല്ലേ? ആണെങ്കിൽ അല്ല, സേവ് ചെയ്യാൻ വേണ്ടി ചോദിച്ച. ഓവർ ആക്ടിങ് വേണ്ട. സോറി മാഡം. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ കഴിപ്പിക്കാവോ? ഇല്ല മാഡം, ഞാൻ വെറുതെ ചോദിച്ചു. വേറെ? ഗുഡ് നൈറ്റ് മാഡം. ഇഡിയറ്റ്. എന്തു പറ്റടാ? ഫുഡ് കഴിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോഴേ കഴിപ്പിക്കാവെന്ന് എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനൊരു ദിവസം വരൂടാ. അവളെ കല്യാണം കഴിക്കാൻ പറ്റിയ ജീവിതകാലം മുഴുവൻ എന്റെ ഈ കൈ കൊണ്ട് അവൾക്ക് ഇങ്ങനെ വാരിക്കൊടുത്തിട്ട് അതിന്റെ ബാക്കി ഞാൻ കഴിക്കും. എന്ത് രസമായിരിക്കും. പോട്ടാ, വീട്ടേക്കടാ. സൂക്ഷിച്ചു, അല്ലെങ്കിൽ വായി കൂടെ എല്ലാം വെളിയിൽ വരാ. നീ ആ പെണ്ണിനെ കാണാൻ പോവാണെങ്കിൽ കാറിലും ലോറിലും ബുൾഡോസറിലൊന്നും പോയാൽ വർക്കൗട്ട് ആവില്ല. താഴെ എന്റെ ബൈക്ക് ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. അയ്യോ വേണ്ട, ഇനി മേലിൽ നീ എന്നെ ഉപദേശിക്കാൻ വന്നാൽ നിന്നെ കൊല്ലൂടാ. സോറി, നിർത്തി. സോറി. ഒരു ഉപകാരം ചെയ്യുന്ന വെച്ചപ്പോ എന്റെ അമ്മോ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ.
സോറി മാഡം, ശ്രദ്ധിച്ചില്ല. പിന്നെ എന്താ ശ്രദ്ധിച്ച? അത് ഞാൻ മനഃപൂർവ്വമല്ല മാഡം. നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോ. ഒരിക്കലും നീ നന്നാവില്ലെന്ന്. ഇല്ല മാഡം, ഞാനിപ്പോ നന്നായി. ഐ എം കംപ്ലീറ്റ്ലി ഡീസന്റ് ആവും. എന്റെ തലവിധിയായിപ്പോയി ഈ ബൈക്ക് കയറേണ്ടി വരുന്നത്. തതികിണ തകജണു തതികിണ തകജണു തരികിണ തകരിണ തതിദിന ആനന്ദം ഇനി മുതൽ ഇവരുടെ പുലരികളിരവുകൾ അത് നറുമലരുകൾ തളിരിടും ആനന്ദം. എന്റെ 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 അഴകേ, ഇനിയും പരിഭവമോ? എന്നും എന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ? കണ്ണെത്തുന്നേ നിന്നെ കാണാനായി, കാരെത്തുന്നേ നിന്നെ കേൾക്കാനായി, ഒരു കാണാ ദൂരം ഒന്നിച്ചിടാനായി. ഹേ കായമ്പൂവേ, എന്നോടെന്നും കൂടാമോ നീ ചെന്നാത്തൻ? എന്റെ 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 അഴകേ, ഇനിയും പരിഭവമോ? എന്നുമെന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ? ഏട്ടന്റെ മാരേജാ? അതെയോ? അച്ഛനും അമ്മയും കൂടി വിളിക്കാൻ വരാനിരുന്നത്. സാരമില്ല മോളെ, നീ വന്നല്ലോ. പെൺകുട്ടി എവിടുന്നാ? എന്റെ സിസ്റ്റർ ആന്റി, പേര് ശീർഷ. നല്ല അടക്കൊതുക്കമുള്ള കുട്ടിയാ, നല്ല പഠിപ്പുണ്ട്. കൊടുക്കുന്നത് 15 ലക്ഷം ക്യാഷ്, 10 ഏക്കർ ഭൂമി, അതുപോലെ 101 പവൻ സ്വർണ്ണം ഉണ്ട് ആന്റി. അല്ല, പെൺകുട്ടി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കിട്ടുമെന്നായിരിക്കും ചോദിക്കുന്നത് ആന്റി, അതുകൊണ്ടാ. ശരി ആന്റി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. മോളെ, ഊണ് കഴിച്ചിട്ട് പോവാ, ഇത്ര നേരമായില്ലേ? നല്ല വിശപ്പുണ്ട് ആന്റി, എന്നാ ഇതിരി കഴിച്ചേക്കാം. ഹാൻഡ് വാഷ് എവിടെ ആന്റി? ഒരു സംസ്കാരവും ഇല്ല. അവരെ വിളിച്ചോന്ന് വെച്ച് അങ്ങ് കഴിക്കോ? എന്താ മാഡം, ആഹാരം കഴിക്കുന്നതിന് അഭിമാനമൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ഇനി ഏതെങ്കിലും വീട്ടിൽ വന്നാ അകത്തേക്ക് വരരുത്. എനിക്കൊരു സംസ്കാരമുണ്ട്. പുറത്ത് നിന്നാ മതി. അതിരിക്കട്ടെ, കുടുംബം മൊത്തം എഴുതി തരുന്ന പോലെ പറയുന്ന കേട്ടല്ലോ. വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ അവിടെ. തരുന്നതല്ലേ പറഞ്ഞോളൂ മാഡം. വാ പോവാ, ഇത് കൂടുതൽ ഇനി എന്താ വേണ്ടേ? എന്റെ 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 അഴകേ, ഇനിയും പരിഭവമോ? എന്നുമെന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ? പൂങ്കനവു നിറയണ മനസ്സേ, പൂവഴകു ഇരികണു ഋഷസേ, പൂമണികൾ ഇളകണ കൊലുസേ, നീരസമകലുമോ? തേനലകൾ അലികണ തളിരേ, വാനിലഞ്ഞുറിയണ മുകിലേ, വേനലിലെ ഒരു നറുകുളിരേ, ചിരിമണിയണിയുമോ? 100 തിരി തെളിയുമൊരിവളെ തേടി ഞാനൊഴുകി വന്നൊരു പുഴയായി പാടി. എന്റെ 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 അഴകേ, ഇനിയും പരിഭവമോ? എന്നുമെന്നും എന്റെ നിഴലായി, ഇനി നീ പോരാമോ? 10 missed calls. മാഡം, ഫോൺ സൈലന്റ് ആയിരുന്നോണ്ട് കണ്ടില്ല. അയ്യോ സോറി സർ, ഡിസ്റ്റർബ് ചെയ്തോ ഞാൻ? അയ്യോ അല്ല, അതുകൊണ്ട് പറഞ്ഞല്ല. ഇത് ഗേൾസ് കോളേജാ? അല്ല, കോ എഡ്യൂക്കേഷനാ. പിന്നെന്താ നിന്റെ ചുറ്റും പെൺകുട്ടികൾ മാത്രം ഇരുന്നത്? ആൺകുട്ടികളില്ലല്ലോ. മാഡം, അത് ആൺകുട്ടികള് പെട്ടെന്ന്. ശരിക്കും നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ജോബ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. മാഡം, കനകമണി അണികണ കവിതേ, കലഹമിനി ഒരു തരികരുതേ, കരളിലിനി മുറിവുകൾ വെറുതേ, മനസ്സറിയുമോ? കടമിഴികൾ എഴുതിയ മയിലേ, കളമുരളിയൂതണ കുയിലേ, വെറുതെ ഇനി മറയരുതകലേ, മധുമഴ തൂകുമോ?
നല്ല പൈനാപ്പിൾ പീസ് പോലെ ഉണ്ട്. മാഡം, മാഡത്തിനൊന്നും പറ്റില്ലല്ലോ. പ്ലാനിങ് നന്നായിട്ടുണ്ട്. പ്ലാനിങ്ങോ? ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചോ? നിങ്ങൾ നമിച്ചിരിക്കുന്നു മാഡം. വന്നാട്ടെ. ആ സൈഡിലേക്ക് ഒഴുക്കി മാരേജ് ഷോപ്പിംഗ് പറഞ്ഞാൽ മതി. ഹെൽമെറ്റ് ഇല്ലല്ലോ. വണ്ടി വണ്ടി സർ പ്ലീസ് സർ, എടുക്കാം. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. നമസ്കാരം സാർ എന്നെ കൂടെ ഒന്ന് വിളിച്ചു. നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ എടുക്കും. ഞാൻ പോയി എടുത്തു സാർ. നിങ്ങളുടെ പേപ്പേഴ്സ് എവിടെ? പേപ്പേഴ്സ് എടുക്ക്. സാർ ഇതിലൂടെ ഹെൽമെറ്റ് എന്താ ഇല്ലേ? പേപ്പറുണ്ട് സാർ. സാറേ വണ്ടി കയറ്റിക്കോ. ഒരു മര്യാദ ഇല്ലല്ലേ? നിന്റെ പേപ്പർ എടുക്ക്. സാർ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം സാർ. എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ട് സാർ. പ്ലീസ് സാർ. അയ്യോ, എന്റെ ബൈക്ക് കൊണ്ടുപോലെ സാറേ. സാർ ഒന്ന് പറഞ്ഞു സാറേ. പ്ലീസ് സാറേ. സാറേ എന്റെ ബൈക്ക് കൊണ്ടുപോലെ സാറേ. സാറേ പ്ലീസ് സാറേ. ഒന്ന് വായിച്ചോ. പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെയാണോ ബൈക്കും കൊണ്ട് ഇറങ്ങുന്നത്? മാഡം, മാഡം ഇതാ കുടിക്കും മാഡം. പേപ്പേഴ്സ് ഉണ്ടോ? പെട്രോൾ ഉണ്ടോ? ഒരു പെൺകുട്ടിയാണ് ബൈക്കിൽ കൊണ്ടുപോകുന്നുള്ള കോമൺ സെൻസ് ഉണ്ടോ തനിക്ക്? ഇത്ര ഇറസ്പോൺസിബിൾ ആയ ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിന്നെ വിശ്വസിച്ചിറങ്ങിയതുകൊണ്ട് ഇങ്ങനെ റോഡിൽ കുത്തിയിരിക്കേണ്ടി വന്നേ. പ്ലീസ് അത് വിട്ടേക്ക് മാഡം. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ മാഡം. മാഡം ഇത് പിടിച്ചോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. എടാ എന്നാ കൊള്ളാലോ. ഫോൺ ചെയ്ത 10 മിനിറ്റിനുള്ളിൽ കാർ കൊണ്ട് തരാനുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ നിനക്ക്? മാഡം എന്താ ഈ പറയുന്നത്? ഇത് അവന്റെ ഒന്നുമല്ല, എന്റെ കാറാ ഇത്. കാറുണ്ടോ നിനക്ക്? 2 വർഷം കഴിഞ്ഞ് കാർ വാങ്ങിച്ചിട്ട്. പിന്നെ കാറുണ്ടായിട്ട് എന്താ നീ ബൈക്കും കൊണ്ട് വന്നത്? അത് പിന്നെ മാഡം, നമ്മള് വെഡിങ് കാർഡ് കൊടുക്കാൻ വേണ്ടി ചെറിയ വഴിയിലൂടെ ഒക്കെ ബൈക്കിലാവുമ്പോ പെട്ടെന്ന്. നിന്നെ കുറിച്ച് എനിക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഉരുളുന്നത്? മാഡം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ലോ, നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കും. ശരി, ఈవినింగ్ ఆఫీస్కి వచ్చి పికప్ చేసుకో. చిన్న చిన్న పనులు ఉన్నాయి. എന്താടാ, എന്താ ഇത്? അമ്മ തന്നോട്ട് എവിടെ തരാൻ പറഞ്ഞു. അവളോ? അത് പോട്ടെ, നിശ്ചയത്തിനാരും വരാഞ്ഞ എന്താ? എന്റെ പെങ്ങളെ കുറിച്ച് ഓർത്തോ നിങ്ങള്? ചെറുപ്പത്തിലെ അവളവന് പറഞ്ഞു വെച്ചാണല്ലോ. എന്നിട്ട് അതേക്കുറിച്ച് വാക്കുപോലും പറയാതെ നിശ്ചയത്തിന് എന്തേ വരാഞ്ഞ് അനുകരിക്കാത്ത എന്തെന്ന്? അവന് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കാൻ പറ്റുമോ? അവരെപ്പോഴാ വന്നത്? എന്താടാ സുഖമല്ലേ? അതൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഒരു 10 മിനിറ്റ്. ഇപ്പൊ നാട്ടിലാകെ ചില സംസാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംസാരമാടാ? വേറെന്താ, വീട്ടില് പ്രായപൂർത്തിയായ പെണ്ണ നിർത്തിയിട്ട് അവളുടെ ആങ്ങളെപ്പോ കല്യാണം കഴിക്കുന്ന കുറിച്ച് നാട്ടിൽ പറയുന്നത്. അത് അവള് പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാനോ? പിന്നെ കാര്യം എനിക്കറിയാത്തല്ലേ. ഒരുത്തൻ ബേസി വെച്ച് അവളെ കയറി പിടിച്ചില്ലേ? അത് മറയ്ക്കാനല്ലേ ധൃതിയിൽ പോയി കല്യാണം ഒപ്പിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത്. ആരാടാ അങ്ങനെ പറഞ്ഞത്? എടാ ആരാണെന്ന്? ഞാനാ. എന്താ കൊല്ലു തന്നെ? നീ ഇപ്പൊ എന്നെ തല്ലി, എത്ര പേര് തല്ലുപോലെ? നാട്ടിലുള്ള എല്ലാവരും തല്ലുവോ? നിന്റെ ദേഷ്യമൊക്കെ അവന്റെ ഒന്നിച്ചെന്ന് കാണിച്ചു കൊടുക്ക്. അപ്പൊ ഞാൻ പറയാം എന്റെ അളിയനൊരാണാണെന്ന്. ഇതേ മാറ്റം എന്റെ പെങ്ങക്ക ഉണ്ടായെങ്കിലേ അവനിപ്പോ ഈ ഭൂമിയിലേ കാണില്ലായിരുന്നു. നാണം കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യ. മെസ്സ് ക്ലോസ് ചെയ്യും. വാട്ട് ആർ യു ടോക്കിംഗ് മാഡം? എന്റെ കൂടെ പുറത്തു വന്നിട്ട് ഈ മെസ്, ഹോസ്റ്റല്, എന്തിനാ അതൊക്കെ? ഞാനേ നല്ല ബെസ്റ്റ് ടിഫിൻ വാങ്ങിത്തരാം. എന്റെ അമ്മോ, എനിക്ക് വേണ്ട. അതിൽ വല്ല മയക്കുമരുന്നും ചേർക്കുമെന്ന് ആർക്കറിയാം? മാഡം എന്നെ ഇപ്പോഴും ഇത്രയ്ക്ക് തരംതാണോ ഒരുത്തനായിട്ടാണോ കാണുന്നത്? ഒബ്വിയസ്ലി. നന്നായിട്ട് ഹേർട്ടാവുന്നുണ്ട് മാഡം. അത് വിട്ടേക്ക് മാഡം. ഇന്ന് മാഡത്തിന് നല്ല ബെസ്റ്റ് ഫുഡ് വാങ്ങി തന്നിട്ട് നല്ല ഹാപ്പിയാക്കി സേഫ് ആയിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് നോക്കാം. പോരെ?
മാഡം നിങ്ങൾ ഇവിടെ ഇരുന്നോ, അവിടെ ഒത്തിരി ആണുങ്ങളുണ്ട്, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഇത്ര ഡേഞ്ചർ ആവില്ല. നിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നില്ലേ, അവരെന്നെ എന്ത് ചെയ്യാനാ? ഒന്നും മതിയാക്കും മാഡം. എപ്പോഴും ഒരു ചെറിയ തെറ്റ് ചെയ്ത് പോയതിന്റെ പേരിൽ എന്നെ ഇത്രയ്ക്ക് തരംതാണവനായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. എന്താ ചെറിയ തെറ്റോ? എന്തിനാ മാഡം പിന്നെ അതൊക്കെ പറയുന്നത്? മാഡം ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. സാറിന് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ നോക്കാൻ ഇഷ്ടാവുന്നുണ്ടോ? മാഡം ഹാവ് ഇറ്റ് മാഡം. നല്ല ചൂടാ, കഴിച്ചോ. ആ റെഡ് ചട്നി ഒന്ന് കഴിച്ചു നോക്കിയാ, നല്ല ടേസ്റ്റാ. എനിക്ക് വേണ്ട, എന്നെ വേഗം ഹോസ്റ്റലിലെത്തിക്ക്. അതെന്താ മാഡം? വിശക്കുന്നൊന്നും മാഡം അല്ലേ പറഞ്ഞത്? വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ റീസൺ എന്ന് അറിയാതെ എന്നെ കൊണ്ടുവിടില്ലേ? മാഡത്തിന് എന്താ വാഷ്റൂമിൽ മറ്റു പോണോ? ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഞാൻ വേണേ കൊണ്ടുപോവാം. എന്നെ ഹോസ്റ്റലിലാക്കുന്നോ അതോ ഞാൻ വല്ല ഓട്ടോയും വിളിച്ച് തനിയെ പോണോ? ഇത്ര നാളും നിനക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ഇന്നാ മനസ്സിലായത് നിനക്കൊരു ക്യാരക്ടർ പോലും ഇല്ലാന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പറഞ്ഞല്ലോ മാഡം, അന്ന് നടന്നൊന്നും മനഃപൂർവ്വമല്ല. ഇറ്റ്സ് ആൻ ആക്സിഡന്റ്, യുനോ. മാത്രമല്ല എനിക്ക് സ്ത്രീകളോട് വളരെ റെസ്പെക്ട് ആണ് മാഡം. അത് സാധാരണ റെസ്പെക്ട് അല്ല. നിന്റെ മൊബൈല് കണ്ടാൽ അറിയാം എത്ര റെസ്പെക്ട് ഉണ്ടെന്ന്. എന്റെ ഫോൺ നോക്കിയല്ലേ? ഇതിനെയാണോ മാഡം സംസ്കാരം എന്ന് പറയുന്നത്? ആരുടെ വസ്തുക്കളിൽ തൊടരുത്, തൊടാം. അവരുടെ പേഴ്സണൽ എന്ത്, കംഫർട്ട് എന്ത്, ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരാൾ വിശക്കുമ്പോ ആഹാരം ചോദിക്കുന്നത് മാത്രം സംസ്കാരം ഇല്ലായ്മ അല്ല മാഡം. എന്താ ഉദ്ദേശിക്കുന്നത്? നീയാണോ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നേ? അങ്ങനെയൊന്നും അല്ല മാഡം. ഐ എം ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ തിങ്സ്, ഇവന്റ്സ്. അതായത് ലാസ്റ്റ് 3-4 ഡേയ്സിൽ നമുക്കിടയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയായിരുന്നു ഞാൻ. മാഡം എന്നെ ശരിക്കും മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിട്ട്. ശരിക്കും മനസ്സിലാക്കി നിന്റെ മൊബൈല് കണ്ടപ്പോ. അല്ല മാഡം അതിനെ പിന്നെ മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ എന്റെ മൊബൈലുള്ളത്? നോക്കോ, എന്താ നോക്കോ, എന്താ ഉള്ളത് എന്റെ മൊബൈലില്? സാറിന് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ നോക്കാൻ ഇഷ്ടാവുന്നുണ്ടോന്ന്? മാഡം എനിക്കൊന്നും അറിയില്ല മാഡം, പ്ലീസ് മാഡം. മാഡം സത്യമായിട്ട് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല മാഡം. നീ ഇങ്ങനെ ഒരുത്തനാണെന്ന് നേരത്തെ അറിഞ്ഞെങ്കിൽ നിന്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം പോലും സമ്മതിക്കില്ലായിരുന്നു. അച്ഛനോ അമ്മ എങ്ങനെ വളർത്തിയെന്നാ പറഞ്ഞേ? ഒരു മനുഷ്യത്വം ഇല്ല, അഭിമാനവും ഇല്ല, ഒരു ബിഹേവിയറും ഇല്ല, ക്യാരക്ടറും ഇല്ല, ഒന്നുമില്ല. നീ മാത്രമാണോ അത് ഫാമിലി മൊത്തം എങ്ങനെയാണോ? ഇങ്ങോട്ട് നോക്കിയേ, എന്നെ പറ്റി പറയുന്ന പോട്ടെ. Don't dare to go near my family. I will. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ എന്ത് പറയണം? എന്തു പറയും നീ? എന്തു പറയൂടി? എന്താ എടീന്നോ? എടീന്ന്. എടി 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 എടി. എന്റെ വീട്ടില് വേലക്കാരാവാൻ പോലും യോഗ്യത ഇല്ലാത്തവരായി പറയുന്നത്. Hey, you are crossing your limits. ക്രോസ് ചെയ്ത് നീയായിപ്പോ. എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞാൽ വേറെ നീ കേൾക്കേണ്ടി വരും. എന്നുവെച്ചാ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് നേരമില്ല മാഡം. I'm done. And I'm getting off. ഇറങ്ങിക്കോ. ഇറങ്ങാൻ. ഗെറ്റ് ഓഫ്. ഇറങ്ങാൻ. മാഡം നിങ്ങളോട് ഇറങ്ങാനാ പറഞ്ഞേ. ഇനി പൊയ്ക്കോ. ഓട്ടോയിലെ ഏത് കുന്തത്തിലോ കയറി പൊയ്ക്കോ. പോവാൻ.
ടീം മാനേജർ മോങ്ങാത്തോലി. ഹലോ, ഹലോ. വിജയ്, ഞാൻ മഹിയ. ചേട്ടാ, ഇവിടെ ഇത്ര പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ 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 അളിയെ പറഞ്ഞോ. വിജയ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടിപ്പോ ഇങ്ങോട്ടെന്താ അളിയെ പെട്ടെന്ന്? നിനക്ക് ആ ബസ്സിൽ വെച്ചുണ്ടായ ഇൻസിഡന്റ് അറിയാലോ? അതാരും അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ അതിപ്പോ നാട്ടിലൊക്കെ സ്പ്രെഡായി. എല്ലാരും വളരെ മോശമായിട്ടാ സംസാരിക്കുന്നത്. ആദ്യം ആ ചെറ്റയെ കൊന്ന അവന്റെ ശവം എന്റെ തോളിലിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാനാണല്ല വിജയ്. 2 ആഴ്ചക്കുള്ളിൽ കല്യാണം നടക്കാൻ പോവല്ലേ? ഇപ്പോ അത് വേണോ? കല്യാണമൊക്കെ വേണമെങ്കിൽ മാറ്റിവെക്കാം വിജയ്. ഫാമിലിയുടെ അന്തസ്സാണ് പ്രധാനം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഗീത എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ല. ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. Objects are closer than they appear. എന്തായിരുന്നു നിന്റെ റിയാക്ഷൻ പെട്ടെന്ന് നിന്റെ അളിയൻ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോ? എനിക്ക് മുള്ളണമെന്ന് തോന്നിപ്പോയി. എന്താ? അല്ല, അത് മിഡ്നൈറ്റിൽ ഞാൻ റോഡിൽ ഇറക്കി വിട്ടല്ലേ. നാളെ നിങ്ങളോട് ഇറങ്ങാനാ പറഞ്ഞേ. അടുത്ത ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും സേഫായിട്ട് ഇവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കാൻ വന്നതാ. ഓഹോ, നിനക്ക് ഗേൾസിന്റെ കാര്യത്തിൽ ഇത്തരം മാനസ് ഒക്കെ ഉണ്ടോ? മാഡം, നിങ്ങളുടെ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പോവാണെന്ന് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞോളൂ. ഞാൻ അറിഞ്ഞു. അറിഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു മാഡം? എനിക്കെന്താ പ്രോബ്ലം? ഏട്ടൻ വരുന്ന നിന്നെ കൊല്ലാനല്ലേ? അയ്യോ, എന്താ ഈ പറയുന്ന മാഡം? നമ്മളൊന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മാഡം. ഇങ്ങനെ ഒരുത്തെ കിട്ടുകളാ പ്രേമിക്കാൻ. എന്താടാ അതൊക്കെ കുഴപ്പം? എടാ, അവള് നല്ല പെണ്ണ. നിന്റെ വൃത്തിയായിട്ട് ഐഡിയകളെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്നാ പിന്നെ നിനക്ക് നല്ല ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആടാ, ആര് പറഞ്ഞാലും നിന്നോട്? ആര് പറഞ്ഞാ മാറിലുണ്ടെന്ന്? ആര് പറഞ്ഞു പറയണി? ഞാനേ ട്രാഫിക്കിൽ നിൽക്കുക. മനുഷ്യന് വൃത്തിയായിട്ടൊരു മോന്തം കൊണ്ട് ഇറങ്ങിയിരിക്കും. നീ കുറെ ഭേദം. ഞാൻ എന്റെ മാർക്കറ്റിംഗ് ഹെഡിന്റെ കൂടെയാണ്. ബാറിൽ തന്നെയാണ് ഉള്ളത്. ദാറ്റ്സ് ഫോർമാലിറ്റീസ് ബേബി, ദാറ്റ് യു നോ. ഐ ഹാവ് ടു സ്പെൻഡ് സം ടൈം. ജോബ് റിസ്ക് അത്. ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നേ. എന്റെ പിന്നിൽ എത്ര കാറുണ്ടെന്ന് നോക്കടി. ലക്ഷ്മി, എനിക്ക് ഞാനൊന്ന് പറയട്ടെ. ലക്ഷ്മി, ശരിക്കും ഇന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അറിയോ? ഒന്നേ നീ എന്റെ കരളിന്റെ കുളിരല്ലേ കളിക്കണ്ടാക്കനിയേ പെണങ്ങല്ലേടി ഉമ്മ. അമേരിക്കൻ ആണേലും യൂറോപ്യൻ ആണേലും മലേഷ്യൻ ആണേലും ലേഡീസ് ഇങ്ങനെയാ. അമേരിക്കൻ ആണേലും യൂറോപ്യൻ ആണേലും മലേഷ്യൻ ആണേലും ലേഡീസ് ഇങ്ങനെയാ. ചൈന, കെനിയ, ജോർജിയ, ലിബിയ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ലേഡീസ് ഇങ്ങനെയാ. പാട്ടെ പാട്ടെ ലൈഫ് പെണ്ണിന്റെ മനസ്സ്
മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാൻ പ്രൂഫ്. കവികൾ പണ്ട് പെൺകൊടിമാരെ മാലാഖമാരായി വന്നിച്ചില്ലേ, ഇപ്പോൾ അവരാ തെറ്റിനെയോർത്ത് പശ്ചാത്താപം കൊണ്ടുവലഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചാറ്റിംഗ് ചീറ്റിംഗ് ഹോബി അതാണ്. ഇങ്ങനെയോരോ ആണിൻ ജന്മം ആകെ കുളമായി മാറ്റും പെണ്ണെ. ആണുങ്ങൾക്ക് നല്ലൊരു കാലം വീണ്ടും വരുമ്പോ ബോസ് സൊമൈഡിയ ഫ്രസ്ട്രേറ്റഡ് ടു ബോയ്സ് ഡോണ്ട് ടച്ച് ദോസ് തിങ്സ് ഇൻ കോണ്ടംപററി ഡേയ്സ്. വല്ലാത്ത പിരാന്ത് വാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാൻ പ്രൂഫ്. വാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാൻ പ്രൂഫ്. വാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാൻ പ്രൂഫ്. വാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാൻ പ്രൂഫ്. അയ്യോ എന്റെ ചേഞ്ച് ഇല്ല മാഡം, ഉണ്ടോ നോക്കി. എന്റെ കയ്യിലുമില്ല. ക്യാബ് വരെ ഇറങ്ങുമ്പോ കുറച്ച് ചേഞ്ച് ഒക്കെ കരുതണ്ടേ? നോക്ക് മാഡം, 200 ഉണ്ടാവും. മാഡം വെരി ഗുഡ് മോർണിംഗ് മാഡം. ചേട്ടാ എന്താ പ്രോബ്ലം? മാഡം 2000 തന്നെ, എന്റെ ചേഞ്ച് ഇല്ല സാർ. എത്ര തരണ്ട? 200 തിരിച്ചു കൊടുത്ത. മാഡം തന്ന ക്യാഷ് താനാദ്യം തിരിച്ചു കൊടുത്ത. ഓ സാറിന്റെ കയ്യിലല്ലേ? അതൊന്നും വേണ്ട. ഇയാൾക്ക് പൈസ തന്ന ഞാനല്ലേ, അത് കൈവയ്ക്ക. എന്താ ഇത് മാഡം, അന്യരോട് പറയുന്ന പോലെ പറയുന്ന? നമ്മളൊരു ഫാമിലി അല്ലേ? അതായത് എന്റെ അളിയനാകാൻ പോകുന്നത് നിങ്ങളുടെ ഏട്ടനല്ലേ? ഓ വാവ്, റിലേറ്റീവ്സ് അല്ലേ? അതുപോലെ വുഡ് ബി ആണ്. സോ വൈ കാൻ യു അഡ്ജസ്റ്റ് മാഡം? ആരോട് വുഡ് ബി? ആര് പറഞ്ഞു തന്നോട്? റിലേഷന് പെടുന്നവരെല്ലാം വുഡ് ബി ആവില്ല. ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നുണ്ടല്ലോ. വേണ്ട ഇഡിയറ്റ്. മാഡം അപ്പൊ ഈ 2000 ഇനി എനിക്കത് വേണ്ട, വെച്ചോ. ഓ താങ്ക് യു മാഡം. എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല സാർ, മാഡം പോകുന്നു. മാഡം ഒന്നുമില്ലേ? മാഡം 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 പ്ലീസ് മാഡം, സോറി മാഡം. മാഡം ആ വാ മോളെ. ഏട്ടാ നീ ഒറ്റയ്ക്ക് വന്നേ. 1 സെക്കൻഡ്. വിജയ് കേറി വാ. അല്ല നിങ്ങൾ ഒരുമിച്ചാ വന്നത്? അല്ലളിയാ, ഞാൻ 4-5 സ്റ്റെപ്സ് പുറകിലായിരുന്നു. കമിൻ സൈഡ്. പറയട്ടെ. അയ്യോ വേണ്ട, എങ്ങനെയും ഒന്ന് മാനേജ് ചെയ്യും മാഡം, പ്ലീസ് മാഡം. ടീ കോഫി? ഇല്ല, ഞാനങ്ങനെ ടീ കോഫി ഒന്നും കുടിക്കാറില്ല അളിയ. ടീയും കോഫിയൊന്നുമല്ല, കള്ളേ കുടിക്കും. നിനക്ക് വേണോ? ആ കോഫി. വേണ്ട വേണ്ട, അളിയ അവിടെ ഇരുന്നോ, ഞാൻ നല്ല അസലായിട്ട് കോഫി ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കി തരാം. ഇതാ മാഡം, ഷുഗർ ഇടാലോ? അല്ലെങ്കിൽ എനിക്കിപ്പോ വേണ്ട. അതെന്താ, നീയല്ലേ വേണമെന്ന് പറഞ്ഞേ? എനിക്ക് വേണ്ട ഏട്ടാ. ഹായ് മഹി. പ്രസാദ് വാടാ. എന്തൊക്കെയുണ്ട്? ഫൈൻഡാ. ആ ഇരിക്കെ. എന്താടി മോളെ, സുഖമല്ലേ? ഫൈൻ. ഇതാരടാ? ആ അത് പറഞ്ഞില്ലല്ലോ, ഇത് വിജയ്, എന്റെ അളിയൻ. ഓ ഹായ്. നാട്ടിലാകെ നാണം കെട്ടറ. എന്നിട്ട് നീ എന്ത് ചെയ്തടാ? ഇൻസിഡന്റ് ഉണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞു, അത് ഇവിടെ നമ്മുടെ നാട്ടില്. അവൻ അപ്പോഴേ തീർക്കണ്ടടാ. കുടുംബത്തിന് അഭിമാനമല്ലടാ. ഇതാ എത്ര വയസ്സുണ്ടാവും അവന്? വിജയ് എത്രയാ? അല്ല, അവന്റെ ഏജ് എനിക്ക് എങ്ങനെ അറിയാവുന്നതല്ലേ?
ഞാൻ ചോദിച്ചത് നിന്റെ ഏജാ. അത് ഒരു 25 അത്ര ഉണ്ടാവുമല്ലേ? 25 ഉണ്ടാവും ചേട്ടാ. ഐ മീൻ ഇവന്റെ ഏജുമായിട്ട് സെയിം ആയിരിക്കും. നീ വന്നേ. ട്രാവൽസ് ഓഫീസിൽ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവന്റെ കാര്യം ഫിനിഷ് ചെയ്തിട്ട് നിനക്ക് ഈവനിങ് തിരിച്ചു പോവാം. കിട്ടണം എനിക്ക് ആ പട്ടിയെ. ഏട്ടാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അർജന്റ് ആയതുകൊണ്ട് പോയിട്ട് വാ. ശരി. ഒന്ന് വന്നേ വേണം. നമുക്കൊരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. മാഡം, ഇന്നലെ നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. എന്റെ ഫാമിലിയെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കൺട്രോൾ വിട്ടു പോയതാ. ആ, നിങ്ങളുടേത് വലിയ രാജകുടുംബമാണല്ലോ. സോറി സർ. മാഡം 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 എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം മാഡം. ഏട്ടൻ ട്രാവൽ ഓഫീസിലേക്ക് പോകുന്ന ഒന്ന് തടയും മാഡം. ഒന്ന് കോൾ ചെയ്യും മാഡം, പ്ലീസ് മാഡം. അറിയാത്തൊരു ചെറിയ തെറ്റ് ചെയ്ത് പോയാൽ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് കഷ്ടമാണ് മാഡം. ചെറിയ തെറ്റോ? ആ, ദിവസം ഇങ്ങനെ 10-15 പേരോട് ചെയ്യുന്നവർക്ക് അത് ചെറുതായി തോന്നും. 10-15 പേരോട് എന്താ മാഡം അത്? മാഡം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആ ടൈപ്പ് ഒരാളൊന്നുമല്ല മാഡം. എനിക്കതിന്റെ ബേസിക്സ് പോലും അറിയില്ല മാഡം. അതെയോ? ബേസിക്സ് പോലും അറിയാതെയാണോ ബസ്സിൽ 130-140 സ്പീഡിൽ എന്നെ അറ്റംപ്റ്റ് ചെയ്തത്? അതും ടാർഗറ്റ് മിസ്സാവാത്ത രീതിയിൽ. ആരോട് നീ പൊള്ളത്തരൊക്കെ പറയുന്നത്? മാഡം. ഹായ് സർ. ആയിേ മാഡം. കഴിഞ്ഞ തവണ വന്നപ്പോ വൈറ്റ് ബെഡ്ഷീറ്റിൽ കുറച്ച് വർക്ക് ചെയ്ത മോഡൽ പറഞ്ഞിരുന്നു. റെഡിയായെങ്കിൽ അതോടെ സെൻഡ് ചെയ്തോളൂ. ठीक है मैडम. താങ്ക് യു. മാഡം, ബ്ലാക്ക് അല്ലേ ബെറ്റർ മാഡം? ബ്ലാക്ക് ഒന്ന് എടുത്തേ. ഷട്ട് അപ്പ്. ഏത് കളർ എടുക്കണമെന്ന് എനിക്കറിയാം. വൈറ്റ് തന്നെ പാക്ക് ചെയ്തോളൂ. അതുകൊണ്ടല്ല, വൈറ്റ് ആകുമ്പോ വളരെ പെട്ടെന്ന് അഴുക്കാവുന്ന. എന്തായാലും കല്യാണം കഴിഞ്ഞ് എന്റെ പെങ്ങള് വേണമല്ലോ ഇതൊക്കെ കഴിയാൻ വേണ്ടിട്ട്. അവള് കഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ ചെറിയൊരു വിഷമം. അതുകൊണ്ടാണോ? ഇത് കന്യാകർമ്മത്തിന്. ആദ്യം അതെന്താന്ന് മനസ്സിലാക്ക്. അതെങ്ങനെ വാലും തലയില്ലാതെ നടക്കുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? താങ്ക് യു. വാലും തലയില്ലാതെ നടക്കുന്നവര് ചേട്ടാ, ഈ കന്യാകർമ്മം എന്ന് വെച്ചാൽ എന്താ? मुझे मलयालम नहीं आता, हिंदी में बोलो. അവള് പറഞ്ഞ മലയാളം പോലും മനസ്സിലായില്ല, പിന്നെ എങ്ങനെയാണോ ഹിന്ദി പോലുന്നത്? ആന്റി, അതിനെന്താ തന്നു? താങ്ക് യു മോനെ. കുഴപ്പമില്ല ആന്റി, വാ കേറി. അല്ല ആന്റി, ഈ കന്യാകർമ്മം എന്ന് വെച്ചാൽ എന്താ? അത് പണ്ടത്തെ കാലത്ത് നോക്കിയിരുന്ന ചില കാര്യങ്ങൾ. ആന്റി, വിശദമായിട്ട് കേൾക്കാനൊന്നും സമയമില്ല. കന്യാകർമ്മം എന്താണെന്ന് പറ. എന്ന് വെച്ചാൽ കന്യാത്ത തെളിവ്. വൈറ്റ് കളർ ഞാൻ കൺഫേം ചെയ്തോ? കാര്യം മനസ്സിലായോ? മാഡം, ഒന്ന് ചേട്ടൻ ഫോൺ ചെയ്യും മാഡം, പ്ലീസ് മാഡം. എന്തിന്? അല്ല, അത് പിന്നെ ബസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി വെറുതെ ഒരു കള്ളം പറഞ്ഞാണെന്ന് പറ മാഡം. എന്തായി ഇഷ്യൂനെ കുറിച്ചൊന്നും ആരോടും പറയാം. അത് പെട്ടെന്ന് ചാർട്ട് ചെയ്തേ. ലിസ്റ്റ് റെഡിയല്ലേ? 27 പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്തേ. ഇയാളാണ് സാറിന്റെ സിസ്റ്ററിന്റെ അടുത്തുണ്ടായിരുന്നത്. ഹലോ ഏട്ടാ, സിറ്റി സെന്ററില് ചെറിയ ഷോപ്പിംഗിന് വന്നതാ. വിജയ? ആ ഉണ്ട് ഏട്ടാ. ഓക്കെ. ലിസ്റ്റ് കിട്ടീന്ന് നിന്നെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ? എനിക്കെല്ലാം മനസ്സിലായി മാഡം. ലോക്കപ്പിലിട്ട് എന്നെ കൊല്ലാനാ. ഞാൻ ചത്താൽ ഈ കാരണം കൊണ്ടാണെന്ന് മാത്രം എന്റെ അച്ഛനോട് പറയില്ല മാഡം, പ്ലീസ്. ഏതെങ്കിലും ആക്സിഡന്റിൽ ചത്താണെന്ന് പറയാവൂ. ഇല്ല സാർ, പെങ്ങളെ കാര്യമായിട്ട് നോക്കാം. അത് ഞാൻ വേണ്ട പോലെ ഡീൽ ചെയ്തോളാം. ഞാൻ എങ്ങനെ നോക്കണ്ടേ? ഞാനാണ് അവളെ കല്യാണം കഴിക്കുന്നത്. സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ നോക്കണം. അളിയനകത്തുണ്ട്. ടിക്കറ്റ് എന്താണ് നിന്റെ പേരിലെടുത്ത്? ഈ ടിക്കറ്റ് ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടെ 2000 rupees ക്യാഷ്, പിന്നെ 2 days ലീവും. എങ്ങനെയുണ്ട്?
അവനെ അടിക്കരുത്, അവനെ അടിക്കരുത്. Go back. Back. അളിയൻ അവിടെ ഇരിക്കും. ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇരിക്കളിയാ. ഞാൻ മര്യാദക്ക് ചോദിക്കാം, നിന്റെ ആ ഫ്രണ്ട് ആണെന്ന് പറടാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യണം, എന്റെ പേര് മാത്രം പറയലടാ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കൂടാ. നിന്നോടല്ലേടാ അവന്റെ പേര് പറയാൻ പറഞ്ഞു. ഒന്ന് പറയണം അവന്റെ പേര്. അവന്റെ പേര് പറയാനല്ലേ പറഞ്ഞ. സോറിടാ. അവൻ എന്ത് ചെയ്താലും പേര് പറയില്ല. അവൻ എന്നെ തല്ലിയിട്ട് കാര്യം. ചത്തുപോളി അവൻ. കൊല്ലാനും മാത്രം എന്ത് തെറ്റാളി അവൻ ചെയ്ത? തെറ്റ് ചെയ്തില്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവന്റെ തലക്കെങ്ങാൻ അടിയിട്ടിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ അവൻ തീരില്ലായിരുന്നു. കൊള്ളണമായിരുന്നു. സംഭവിച്ചത് എന്റെ പെങ്ക, നിന്റെ പെങ്കല്ല. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഉടനെ തന്നെ ഇവിടുന്ന് അർജന്റായിട്ട് അളിയനെ നാട്ടിലേക്ക് നീ തിരിച്ചു വിളിച്ചേ പറ്റൂ. ശരി, നീ ഇങ്ങോട്ട് ഫോൺ കൊടുത്തേ. നീ എന്താ പറയാൻ പോകുന്നത് എന്നോടൊന്ന് പറഞ്ഞു. തിരിച്ചു പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അങ്ങ് വരും. ഇതൊക്കെ കുറച്ച് നാക്കിൽ പറയണ്ടേ? ഡാ, എന്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ സംസാരിക്കണം നിന്നോട് പറയണം. ഫോൺ കൊടുക്കട മോനെ, ഞാൻ പറയാന്ന്. ഒരു മിനിറ്റ് അളിയ, എനിക്ക് എന്തോ അളിയനോട് പറയാനുണ്ട്. പറയൂ ശ്രീ. എന്താ വിശേഷം? എന്തൊക്കെയുണ്ട്? വളരെ നല്ല വിശേഷം. അവിടെ എങ്ങനെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ബന്ധുക്കളെ ചിലര് നിങ്ങളെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയോ സംസാരിച്ചില്ലേ? ഇതിനെല്ലാം കാരണം ബസ്സിലുണ്ടായിരുന്ന തെമ്മാടിയ. അവനെ വെറുതെ വിടരുത്. അവനെ കൊന്നിട്ടല്ലാതെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരരുത്. ശരിയെന്നാ, ബൈ. എന്താ എല്ലാം ഓക്കെ അല്ലേ? അവളെന്ത് പറഞ്ഞു? സ്നേഹം ഷെയർ ചെയ്യാൻ മാത്രമല്ല ഭാര്യ, പകയും ഷെയർ ചെയ്യാനാ. ശ്രീ എന്റെ പകയും ഷെയർ ചെയ്യുക. ആ തെമ്മാടിയെ കൊന്നിട്ട് ഇവിടുന്ന് തിരിച്ചെല്ലാവൂന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ ശ്രീയെ ഹാപ്പിയാക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് അവനെ കൊല്ലണം. ശത്രുക്കളെ പോലെ ദ്രോഹിക്കില്ല ദൈവമേ. ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്തിനാ വെറുതെ മറ്റുള്ളവരും കൂടെ ദ്രോഹിക്കുന്നത്? ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനാ? ചിലപ്പോ പെങ്ങളുടെ കല്യാണം ക്യാൻസൽ ആയിരിക്കും. അച്ഛൻ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുമായിരിക്കും. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചു വേണം, ഈ പാപമല്ല നിങ്ങൾക്ക് മാത്രമാ. ഏട്ടാ, വിജയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്താ വിജയ്? പറയേ വിജയ്. എന്താണെങ്കിലും പറഞ്ഞോ. അത് ഡെസേർട്ട് വളരെ നന്നായിട്ടുണ്ടല്ലേ? ഓ, കഴിക്കാം. 2 minutes. ഞാൻ ഏതോ ഇമോഷണൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വെച്ച് നിങ്ങൾ ഉടനെ ഏട്ടനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ശരിക്കും ടഫാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു. ആ, താങ്ക് യു. കോംപ്ലിമെന്റ് തന്നാന്. ഇറങ്ങ. വെറുതെ എന്തിനാ മാഡം? അവര് ചിലപ്പോ കോഫിയോ ടീയോ മറ്റോ തന്നാൽ ഞാൻ കുടിച്ചെന്നിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ എനിക്ക് സംസ്കാരമില്ല, മാനേഴ്സ് ഇല്ല, ക്യാരക്ടർ ഇല്ല എന്നൊക്കെ പറയാനല്ലേ. ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം മാഡം, പോയിട്ടോ. ഇപ്പോഴും ഒരു കുറവുമില്ല.
കൊതുക് ഇതിനകത്ത് കയറിയിട്ട് ഭയങ്കര ശല്യമാണ്. എന്ത് പറ്റി മാഡം? പുറകിലും കണ്ടുണ്ടോ? ഏട്ടന്റെ മാരേജാ മാഡം. ഓ കൺഗ്രാറ്റ്സ്. MD സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചതായി പറയണം. ഷുവർ, തീർച്ചയായും വരണം. വരാം മോളെ. ബൈ മമ്മി, ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ. ബൈ മോളെ. നീനു നേരത്തെ വരണേ, വൈകിട്ട് അങ്കിളിന്റെ വീട്ടിൽ പോണ്ടതാ. ഓക്കെ മമ്മി. മാം, ഇത് ഷീസ് മൈ ഡോട്ടർ. മാം, എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ആക്ച്വലി ഞാൻ ഈ കുട്ടിയുടെ ഒരു ബാഡ് വീഡിയോ കണ്ടിരുന്നു. ശരിക്കും ആ പയ്യൻ എന്റെ റിലേഷനിലുള്ളത്. മാഡത്തിന്റെ മോളെ ട്രാപ്പ് ചെയ്തതാണെന്നാ തോന്നുന്നത്. ഞാനും കണ്ടിരുന്നു മോളെ. ഹലോ സർ, ഒന്ന് മാറണം. അകത്തേക്ക് പോകരുത് സർ. ഏയ്, ആരോടാ താൻ? നീനു, എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം നീനുവിനെ വിളിക്കേ. നീനു, ഇങ്ങോട്ട് ഇറങ്ങി വാ. നീനു, എണീക്ക്. എണീറ്റ് വന്നേ. താനൊന്ന് പുറത്തു പോയേ. ആരോടോ താൻ? ഐ വിൽ കോൾ ദി പോലീസ്. മാഡം, നിങ്ങളുടെ മോള് പഠിക്കുന്ന കോളേജിലെ ലെക്ചറാണ് ഞാൻ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തു പോകാൻ പറ. നെഞ്ചലാണോ നിനക്ക്? നീ എന്താ ചെയ്തതെന്ന് അറിയോ നിനക്ക്? ആ വീഡിയോ അങ്ങനെ പുറത്തു പോയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ഫാമിലി ആയിരുന്നിട്ട് മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് പോയല്ലോ. അതുപോലും ആലോചിച്ചു നീ. ഈ വീടിന്റെ 4 ചുവരിനുള്ളിൽ മാത്രമല്ല ലോകമുള്ളത്, പുറത്തൊരു സൊസൈറ്റി ഉണ്ട്. അത് എന്റെ ഫോണിൽ മാത്രമുള്ളത് നന്നായി. ഐ ലവ് യു. കൊല്ലും നിന്നെ ഞാൻ. ഇത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന. എന്താ ആസ്തിയുണ്ട് നിനക്ക്? ഒരു 100 കോടിയെങ്കിലും വരാം. അല്ല, നിയർലി 1000 ഉണ്ടാവും. ആര് പറഞ്ഞു? മമ്മിയും ഡാഡിയും. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കൂടി പറഞ്ഞു കൊടുത്തേക്ക്. ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരട്ടെ. പാരന്റ്സിന്റെ കയ്യിൽ കുറെ പണമുള്ളതുകൊണ്ട് എന്തും ചെയ്യാന്നുള്ള വിചാരത്തിലാണ് നിങ്ങളുടെ പൊന്നുമോള്. നിനക്ക് ശേഷം വേറൊരു കുട്ടിയെക്കുറിച്ച് നിന്റെ അച്ഛനമ്മയെ ആലോചിക്കത്തെന്താ? അതാലോചിച്ചിട്ടുണ്ടോ നീ? നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. നീ പെൺകുട്ടിയാണെങ്കിലും അവരെ നന്നായി നോക്കുന്നുള്ള വിശ്വാസം. നമുക്ക് ജന്മം തന്നതിന്റെ പേരിൽ അച്ഛനമ്മയ്ക്ക് നമ്മൾ വേറൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാനും നിന്നെ പോലെ തന്നെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അവളാണ് എന്റെ ജീവിതം, അവളാണ് എന്റെ എല്ലാം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അവളുടെ മുമ്പിൽ ഒരു ക്യാരക്ടർ പോലും ഇല്ലാതെ വൃത്തികെട്ടവനായി ഞാനിപ്പോ. ഉണ്ടായ തെറ്റിദ്ധാരണയൊന്നും മാറ്റാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടുമെന്നറിയോ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എന്നെയാണോ വേണ്ടത്? ശരി, ഉണ്ടാവും. പ്രോമിസ്. ലൈഫ് ലോങ് നിന്റെ കൂടെ ഒരു വെൽവിഷറായിട്ടും ഫ്രണ്ടായിട്ടും ഞാനുണ്ടാവും. കരയണ്ട. എന്നോട് ക്ഷമിക്കമ്മേ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിലാണ് ഞാൻ തല്ലിപ്പോയത്. You take care. ഒപ്പീനിയൻ അനുകൂലമാവില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും എനിക്ക് അവനോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ മോളെ സ്വീകരിക്കുമോന്ന്. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിനക്ക് എഴുതി തരാമെന്ന്. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആൺകുട്ടികൾ പെൺകുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലം ഇത്. But he's not like that. He's something else.
കരയിൽ മേഡം മനഃപൂർവ്വം ചെയ്തതാണ്. പിന്നെ എനിക്ക് ചെയ്ത ചെറിയൊരു സഹായം മേഡം. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കടപ്പെട്ടിരിക്കും. ഇല്ല മേഡം, ഞാൻ മാറി. കംപ്ലീറ്റ്ലി ഡീസന്റ് ആണ്. എന്താ മേഡം ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? നീ പെണ്ണുങ്ങളോട് കൊഞ്ചുന്നാവ് മാത്രമെന്നാ കരുതിയേ? അതെങ്ങനെ? എപ്പോഴും കള്ളം മാത്രല്ലേ പറയൂ? ഞാൻ പറയുന്നത് കള്ളമാണോ സത്യമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ മാഡത്തിന്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളവാ. ഞാൻ ചെയ്യുന്നതാണെങ്കിൽ തെറ്റും. നന്നായി അഭിനയിക്കാനും അറിയാം, സിനിമയിലെ പോലെ. മാഡം കുറച്ച് ലേറ്റ് ആയാലും ശരി, നെക്സ്റ്റ് ടൈം ഞാനൊരു പെൺകുട്ടിയായിട്ട് എന്നെ ജനിച്ചിരിക്കുന്നു നോക്കോ. എങ്ങനെ സഹിക്കാൻ പറ്റും ദൈവമേ ഈ ടെൻഷനും ടോർച്ചറൊക്കെ? എനിക്ക് നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാം. മാഡത്തിന് എന്താ വേണ്ട? എനിത്തിങ്. വിജയ്, എന്തിനീ അകലമിനിയും ഏതു നേരവും നെഞ്ചിൽ നീയെ, ഇത്ര നാൾ നിന്നെ അറിയാൻ ഞാൻ മറന്നേ പോയി. വൈകി വന്നൊരു തിന്നൽ കാതിലെന്തോ പറഞ്ഞിടുന്നേ, അത്രമേലിഷ്ടമെന്നോ നീ അറിഞ്ഞോ കണ്ണാ? വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. വാനിലെ മേഘമായി ഇനി ഞാനിതാ, പൂനില മഴ നനയുമിതാ, ആദ്യമായി നെഞ്ചിലെ അരകളിൽ ഒരു പ്രണയവുമായി വരും അഗാധ സ്നേഹിതനിവരേകിയ മധു തീരാതൊഴുകുന്നേ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. അവനെ പിടിക്കാതെ ഇവിടുന്ന് വന്നാൽ എന്റെ പ്രസ്റ്റീജ് പോകും. ഇരിക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബൈ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറ? ഗീത, എന്തു പറ്റി? അറിയോ? ഓക്കെ? ഏട്ടാ, ഞാനൊരു കാര്യം പറയാം, അത് സമ്മതിക്കണം. നമുക്ക് നാട്ടിലേക്ക് പോവാ ഏട്ടാ. ഏട്ടാ പ്ലീസ്, ശ്രീക്കും ഏട്ടനും ഇത് എത്ര ഇമ്പോർട്ടന്റ് ടൈമാന്ന് എനിക്കറിയാം. ഈ ടൈമിൽ നിങ്ങൾ ഡിസ്റ്റർബ് ആയാൽ അതിന് ഞാനാ കാരണമെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പ്ലീസ് അന്നയ, വെൽക്കം.
അതെടുത്ത നിന്റെ മോന്തറ ഷേപ്പ് ഞാൻ മാറ്റും. ആ ഈ ടൈമിൽ മാഡം എന്താ ഇവിടെ? ഒറ്റയ്ക്കാണോ അതോ മാഡത്തിന്റെ ഏട്ടനും ഉണ്ടോ? ഇല്ല, മേടിച്ചു നോക്കണ്ട. ചെന്ന് ഡ്രസ് ഇട്ടിട്ട് വാ. ഒന്ന് വേഗം ആട്ടെ. സോറി മാഡം. മാഡം എന്താ വല്ല അത്യാവശ്യമുണ്ടോ? ടുമോറോ മോർണിംഗ് നമുക്ക് നാട്ടിലേക്ക് പോണം. പക്ഷെ മാഡത്തിന്റെ ഏട്ടൻ. ഐ ടേക്ക് കെയർ. സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നിന്റെ പെങ്ങളുടെ കല്യാണം വരെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് മാഡം ഈ ടൈമിൽ ഇത്രയും ദൂരം വന്നേ?